മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലോട്ട് സ്റ്റാൻലി ജോസഫിൻ്റെ ഭാര്യയായ എൽസമ്മയും മക്കളും വരുന്നതാണ്. ഇതേസമയം ഹാളിൽ നിൽക്കുന്ന ഔതക്കുട്ടിച്ചായൻ ഇതെല്ലാം കാണുകയാണ്. ആ സമയത്ത് ഔതക്കുട്ടിച്ചായൻ കരുതുകയാണ്, ഈ സമയത്ത് ഇവരിങ്ങോട്ടേക്ക് വരേണ്ട കാര്യം എന്താണ്? ഇനി അലീന മോളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നതാണോ? ദേഷ്യത്തോടു കൂടി എൽസമ്മയും മക്കളും കാറിൽ നിന്നും ഇറങ്ങി അകത്തോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഔതക്കുട്ടിച്ചായൻ എൽസമ്മയോട് ചോദിക്കും, എന്താ മോളെ ഇത്രയും ദേഷ്യത്തിൽ വരുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് എൽസമ്മ പറയും, എൻ്റെ ഭർത്താവിനെ ഒന്ന് കാണണം. ഭർത്താവിന് ഏതോ ഒരു അവിധത്തിലുണ്ടായ മകളെ ഇവിടെ കയറ്റി പാർപ്പിച്ചു എന്നൊക്കെ നാട്ടുകാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. എൽസമ്മ ഔതക്കുട്ടിച്ചായനോട് പറയും, എവിടെ പപ്പ? അവളെ ഇങ്ങോട്ടേക്ക് ഇറക്കി വിട്, എനിക്ക് അവളോട് സംസാരിക്കണം. അവൾക്ക് ഇവിടുത്തെ സ്വത്തിലായിരിക്കും കണ്ണ്, അതുകൊണ്ടല്ലേ അവൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഔതക്കുട്ടിച്ചായ എൽസമ്മയോട് പറയും, നീ ഒന്ന് ശബ്ദമില്ലാതെ ഇരിക്ക്, അവളെ ഞാൻ വിളിക്കാം, നീ ബഹളമുണ്ടാക്കല്ലേ, നമുക്ക് ഇരുന്നു കൊണ്ട് സംസാരിക്കാം. ആ സമയത്ത് എൽസമ്മ പറയും, എന്തിന് ഇരുന്നു കൊണ്ട് സംസാരിക്കണം? എന്നെയും എൻ്റെ മക്കളെയും വേണ്ടെന്ന് വെച്ച് ഈ വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ലാലച്ചൻ കുറേ നാളായില്ലേ? ഔതക്കുട്ടിച്ചായൻ പറയും, ഞാനിപ്പോൾ വിളിക്കാം, നീ ശബ്ദമില്ലാതെ ഇവിടെ നിൽക്ക് എന്ന് പറയുകയാണ്. ആ സമയത്ത് ഔതക്കുട്ടിച്ചായൻ അലീനയെ വിളിക്കും. അങ്ങനെ മുറിയിൽ നിന്നും അലീന ഇറങ്ങി വരുന്ന അലീനയെ കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് എൽസമ്മയും മക്കളും. എൽസമ്മ അങ്ങനെ മനസ്സിൽ കരുതാണ്, ഇവളെ കണ്ടാൽ വെറും എൽസമ്മോളെ പോലെ തന്നെയുണ്ടല്ലോ. എൽസമ്മ അലീനയോട് ദേഷ്യത്തിൽ ചോദിക്കും, നീ എന്തിനാടി എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത്? സമയത്ത് അലീന ചോദിക്കും, നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കുകയാണ്. എൽസമ്മ ദേഷ്യത്തിൽ പറയും, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാടി. ഔതക്കുട്ടിച്ചായൻ പറയും, നിങ്ങളിവിടെ പ്രശ്നമുണ്ടാക്കി ഇനി ലാലച്ചനെ ഇങ്ങോട്ടേക്ക് വരുത്തണ്ട. അവൻ്റെ ദേഷ്യം നിങ്ങൾക്കറിയാലോ, വെറുതെ അതിന് നിൽക്കണ്ട. ഇത് അലീനയോട് ഔതക്കുട്ടിച്ചായൻ പറയും, ഇതാണ് ലാലച്ചൻ്റെ ഭാര്യ എൽസമ്മ, ഇത് മക്കൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതേ സമയത്ത് ടെൽസ വന്ന് അലീനയെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയും, ഇതാണോ എൻ്റെ ചേച്ചി? എന്നെപ്പോലെ തന്നെ ഉണ്ടല്ലോ ചേച്ചി എന്ന് പറയുകയാണ്. അലീനയോട് പറയും, ഞാനാണ് ചേച്ചിയുടെ അനിയത്തി, എൻ്റെ പേര് ടെൽസ, ഞാൻ പഠിക്കുകയാണ് എന്ന് പറയും. ആ സമയത്ത് അലീന ഒന്ന് ചിരിക്കും. ആ സമയത്ത് ദേഷ്യത്തോടു കൂടി എൽസമ്മ പറയും, ഇങ്ങോട്ട് മാറി നിൽക്ക് ടെൽസേ, അവളോടൊന്നും സംസാരിക്കാൻ നീ നിൽക്കണ്ട എന്ന് പറയും. ആ സമയത്ത് ടെൽസ പറയും, എന്തിനാ വെറുതെ ഓരോ വാശി കാണിക്കുന്നത്? വെറുതെ പപ്പയുടെ വായിൽ നിന്നും കേൾക്കണ്ട എന്ന് പറയുകയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് ലാലച്ചൻ വരുന്നുണ്ട്. ലാലച്ചൻ ദേഷ്യത്തോടു കൂടി ചോദിക്കും, എന്താണ് ഇവിടെ പ്രശ്നം? എന്താണ് ഇവിടെ ബഹളം എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് ലാലച്ചൻ എൽസമ്മയും മക്കളെയും കാണും. അങ്ങനെ ലാലച്ചൻ ടെൽസയോട് ചോദിക്കും, നിങ്ങൾ എപ്പോഴാണ് വന്നത്? വരുന്ന കാര്യമൊന്നും വിളിച്ച് പറഞ്ഞില്ലല്ലോ. ആ സമയത്ത് എൽസമ്മ പറയും, വിളിച്ച് പറയാൻ പറ്റിയ സാഹചര്യമാണല്ലോ, ഇവിടെ ഓരോരുത്തരെ കയറ്റി പാർപ്പിച്ചിട്ടുണ്ടല്ലോ. ലാലച്ചൻ പറയും, ഈ നിൽക്കുന്നത് എൻ്റെ മകളാണ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 23 വർഷം മുമ്പ് എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു എന്നൊക്കെ. അതിലുണ്ടായ മകളാണ് ഇത്, അലീന. അവൾ കുറേ നാൾ അനാഥാലയത്തിലാണ് കഴിഞ്ഞിരുന്നത്. ഇനിയുള്ള കാലം മുഴുവൻ അവൾ എൻ്റെ കൂടെയായിരിക്കും ജീവിക്കാൻ പോകുന്നത്. എൻ്റെ 3 മക്കളുടെ അതേ അവകാശവും അധികാരവും എല്ലാം അലീനയ്ക്കുമുണ്ട് എന്ന് പറയുകയാണ്. ആ ദേഷ്യത്തിൽ എൽസമ്മ പറയും, എന്തധികാരം, എന്തവകാശം? എവിടുന്നോ അലിഞ്ഞു കയറി വന്നവൾ, ഇത് നിങ്ങളുടെ മകളാണെന്ന് എന്താ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി ജോസഫ് പറയും, നീ അവളുടെ മുഖത്തോട്ടേക്കൊന്ന് നോക്ക്, ടെൽസമോളുടെ അതേ മുഖഛായം തോന്നുന്നില്ലേ? പിന്നെ എൻ്റെ അമ്മച്ചിയുടെയും ചായമുണ്ട്, അത് മാത്രം മതി എനിക്ക്, വേറെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയുകയാണ്. സമയത്ത് ദേഷ്യത്തോടു കൂടി എൽസമ്മ പറയും, ഇവളെ ഇപ്പോൾ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്ക്, ഇല്ലെങ്കിൽ എന്നെയും എൻ്റെ മക്കളെയും നിങ്ങൾ കാണില്ല. സമയത്ത് സ്റ്റാൻലി ജോസഫ് പറയും, പോകേണ്ടവർക്ക് പോകാം, നിൽക്കേണ്ടവർക്ക് ഇവിടെ നിൽക്കാം എന്ന് പറയുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.